ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്തീയ ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാനും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനത്തെ അറിയിക്കുവാനും ദൈവം തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾ കാണുകയും നിങ്ങൾക്കൊരു രൂപാന്തരം പ്രാപിക്കുവാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം സഹായിച്ച ഈ നല്ല ഭാഗ്യത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ ഈ ക്രിസ്തീയ ജീവിതം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ തിരുവചന പ്രകാരം ക്രിസ്തീയ ജീവിതം എന്ന ഈ പ്രോഗ്രാമിൽ തുടർന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വചനത്തെ ആസ്പദമാക്കി 1-2 കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 തിരുവചനം ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ മൂടാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ കർത്താവേ, ഈ ക്രിസ്തീയ ജീവിതമെന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു ക്രിസ്തീയ പൈതലിനെ അങ്ങയുടെ നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങുമെന്ന് യെശയ്യാവ് ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ച് കർത്താവെ, ഞങ്ങൾക്ക് പ്രയോജനകരമാകുന്ന വചനങ്ങളെ കേൾക്കുവാൻ ദൈവം ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അങ്ങ് സഹായിക്കണം, അതിനായി കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ വീണ്ടും സഹായിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് യെശയ്യാവ് 41 അധ്യായം വളരെ പറയപ്പെടുന്നത് ഇസ്രായേലിനെ ഇസ്രായേൽ ജനത്തെ ദൈവം സഹായിക്കും, നിശ്ചയമായും സഹായിക്കുമെന്നുള്ള വചനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1 മുതൽ 29 വരെയുള്ള വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യെശയ്യാവ് വളരെ വ്യക്തമായി പറയുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ ഈ 41 അധ്യായം ഞാൻ പഠിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചതും എൻ്റെ ഹൃദയത്തെ ഈ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ആലോചനയിലേക്ക് കൊണ്ടുവന്ന ഒരു വാക്യമാണ് 10ാമത്തെ വാക്യം. ആ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യമാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലോകത്തിൽ ആരൊക്കെ നമ്മോട് കൂടെ ഉണ്ടെങ്കിലും എന്തൊക്കെ നമ്മളിലുണ്ടെങ്കിലും നമുക്കിഷ്ടം പോലെ സമ്പത്തുണ്ടായിരിക്കാം, ഇഷ്ടം പോലെ വസ്തുവകകൾ ഉണ്ടായിരിക്കും, ഈ ലോകത്തിലെല്ലാം ഉണ്ട്. ഒന്ന് നമ്മൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. എല്ലാം നമ്മോട് കൂടെയുണ്ടെങ്കിലും യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ടെങ്കിൽ എന്തുമാത്രമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം. എന്നാൽ ക്രിസ്തുവില്ലാത്ത ജീവിതത്തിൽ നമുക്ക് എന്തുമാത്രമാണ് സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ ഏകാഗ്രതയോടെ, മനസ്സോടെ, ആത്മാവിൽ ബലപ്പെട്ടത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സോടെ ഇതൊന്ന് മനസ്സിരുത്തി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് സ്വത്തുള്ളവർക്ക് സമാധാനമില്ല, സാമ്പത്തികം ഉള്ളവർക്ക് പണത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് സമാധാനമില്ല. പക്ഷേ ക്രിസ്തു ഉള്ളവനോ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം കർത്താവ് കരുതിക്കൊള്ളുമെന്നുള്ളതിന് ഒരു മാറ്റമില്ല. ഇവിടെ വേദപുസ്തകം ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ അനുഭവത്തെ ഞാൻ നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ ഞാൻ ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ നിന്നവനാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ദുർനടപ്പുകാരനായിരുന്നു, വിഗ്രഹാരാധനകാരിയായിരുന്നു. പക്ഷെ ഞാൻ 27 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടി.
കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. 28ാമത്തെ വർഷം, ഈ ജനുവരിയിൽ 27 വർഷം പൂർത്തീകരിച്ച് 28 വർഷം കർത്താവിന് വേണ്ടി നിന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. ആ ഒരു ധൈര്യത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ആ വാക്യത്തെ ഞാൻ വളരെയധികം ബലപ്പെടുത്തുകയാണ്. കാരണം യെശയ്യാവ് 41 അധ്യായം പഠിക്കുമ്പോൾ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിനെ ദൈവം സഹായിക്കുമെന്നുള്ളതാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ നമുക്കൊന്നിനും പേടിക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിന്നോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പിൻ. 1 വാക്യത്തിൽ പറയുന്നത് അതാണ്. ആമേൻ. നമ്മുടെ പുതുക്കട്ടെ, ദ്വീപുകളെ എൻ്റെ മുന്നിൽ മിണ്ടാതെ ഇരിക്കുവിൻ. ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവൻ അടുത്ത് വന്ന് സംസാരിക്കട്ടെ. നാം തമ്മിൽ ന്യായം വാദം ചെയ്യുന്നതിന് അടുത്ത് വരിക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്ത് നമ്മൾ വരുവാൻ 41 അധ്യായം 1 വാക്യത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് യെശയ്യാവ് ഇസ്രായേൽ ജനത്തെ അറിയിക്കുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെ പഠിപ്പിച്ച, എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് 10ാമത്തെ വാക്യം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ ഉണ്ട് എങ്കിൽ, കർത്താവ് നമ്മയോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരു പ്രാർത്ഥന വിഷയമായിക്കൊള്ളട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കപ്പെടുന്ന ഒരു സ്നേഹിത, ഒരു സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കൊച്ചുമക്കളെ, എനിക്ക് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കണം. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതിന് മാറ്റമില്ല. സ്തോത്രം. ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മോട് കൂടെ ഉള്ളതിനെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. ഒരു സാക്ഷ്യം അതിനെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന, ആമൻ ഹല്ലേലൂയ, ഒരു ക്രിസ്തീയ കുടുംബത്തിലെ ഒരു കുഞ്ഞിനെക്കുറിച്ച്. ക്യാൻസറിൻ്റെ ഭാരത്താലായിരുന്നു. ആമേൻ, സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇത് മാത്രമായിരുന്നു. ഞങ്ങൾ ടീമായി നിങ്ങൾക്ക് വേണ്ടി, പ്രിയമകളെ, നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ നിന്റെ രോഗത്തെ പൂർണ്ണമായിട്ട് ദൈവം നിനക്ക് മാറ്റുമെന്നുള്ള വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മകൾ ഞങ്ങളോട് പറഞ്ഞ ഒരേ ഒരു വാക്കിത് മാത്രമായിരുന്നു. പലരാൽ എനിക്കറിയാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ഞങ്ങൾ പല നാളുകളായി ക്രിസ്തുവിന് വേണ്ടി ഓടുന്ന, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണെന്ന് എനിക്കറിയുവാനായി സാധിച്ചു. അങ്കളും ടീമും പ്രാർത്ഥിച്ചാൽ എനിക്ക് എൻ്റെ രോഗം പൂർണ്ണമായി മാറുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ കടന്നു വന്നത്. അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ രോഗം മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ആ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു, ആ വിശ്വാസത്തിൽ ബലപ്പെട്ടു, ദൈവത്തിൽ പ്രത്യാശയോടെ ആമൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആമൻ, യേശുവിൻ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് ആ ക്യാൻസറുള്ള ഭാഗത്ത് വേദനയോടെ, ഭാരത്തോടെ കടന്നു വന്ന ആ പ്രിയ മകൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിൽ ഒരു മരവിപ്പ് പോലെ കടന്നു വന്നു. ആ രോഗം വന്ന ഭാഗം പരിശുദ്ധാത്മാവാം ദൈവം തൊട്ടു എന്നുള്ള ഒരു അനുഭവത്തോടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ പ്രിയമകൾ എന്നോട് പറഞ്ഞു, അങ്കിൾ, എൻ്റെ ശരീരത്തിൽ നിന്ന് ആ ബന്ധനം അഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ശരീരം ഒരു മരവിപ്പ് പോലെ വന്നു. ആമേൻ, എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യം ദൈവം തന്നതായിട്ട് എനിക്ക് കാണുവാൻ കഴിയുന്നു എന്ന് പറയുവാനിടയുണ്ടായി. ഞാൻ ആ മകളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഈ പറയുന്നതിൻ്റെ അനുഭവം, ക്രിസ്തീയ ജീവിതത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ ഡോക്ടറെക്കാൾ ഒരു നല്ല വൈദ്യനായ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് കഴിയും. അതിന് മാറ്റമില്ല. ഏത് രോഗമാകട്ടെ, ഏത് ബലഹീനതയാകട്ടെ, ഏത് അവസ്ഥകളാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, ഇതൊന്നും എൻ്റെ കർത്താവിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. പക്ഷേ നീ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ വിശ്വസിക്കണം, കർത്താവ് എന്നോട് കൂടെയുണ്ട്. അവിടെ പറയപ്പെടുന്ന ഒരേ ഒരു കാര്യം അതാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത് പറയുന്നു, ഭ്രമിച്ചു നോക്കേണ്ട. നീ ഒന്നുകൊണ്ടും അങ്ങനെ അവിശ്വാസിയായിട്ടുള്ള ഒരു ഭ്രമമുള്ള ഒരു നോട്ടം നിനക്ക് ക്രിസ്തുവിൽ വേണ്ട. നീ ഭ്രമിച്ചു നോക്കേണ്ട. അടുത്ത് പറയുന്നു, ഞാൻ നിന്റെ ദൈവമാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ. ആ ദൈവമാകുന്നു നാം നേരത്തെ ചിന്തിച്ച
ആ വാക്യങ്ങളിൽ അവിടെ വളരെ വ്യക്തമായിട്ട് ആ ദൈവത്തെക്കുറിച്ചു യിരെമ്യാവ് 7-ാം അധ്യായം അതിൻ്റെ 10-11 വായിക്കുമ്പോൾ നാം കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് യിരെമ്യാവ് ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. 7-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യവും 11-ാം വാക്യത്തിൽ യിരെമ്യാവ് അവിടെ പറയുന്നു, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന എൻ്റെ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? ആമേൻ. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എനിക്കും അത് തോന്നിയിരിക്കുന്നത് തന്നെ എന്ന് തോന്നുന്നു. യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ ആലയത്തിൽ വരുന്നവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നവർ, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഈ വചനങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, പഠിക്കുക, ഹൃദയത്തിലേക്കൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. ഞാൻ നിൻ്റെ ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. എൻ്റെ ആലയം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന എൻ്റെ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ നിന്ന് വിളിക്കണം നീ. ഞാനൊരു ക്രിസ്തീയ പൈതലാകുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുന്നവനാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തീയ ജീവിതം ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷിക്കപ്പെട്ട ഒരു ജീവിതമാണ്. സമാധാനമില്ലാത്തവർക്ക് സമാധാനം തരുന്ന ഒരു ജീവിതമാണ്. രക്ഷയില്ലാത്തവർക്ക് രക്ഷ തരുന്ന ഒരു ജീവിതമാണ്. സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം തരുന്ന ഒരു ജീവിതമാണ്. ലോകത്തിൽ ആരും തരാത്ത സമാധാനം, ലോകത്തിൽ ആരും തരാത്തൊരു രക്ഷ, ആരും തരാത്ത സമാധാനം, ആരും തരാത്ത രക്ഷ, ആരും തരാത്ത വിശ്വാസം. അവിടെ യെശയ്യാവ് ആമേൻ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം അരുളി ചെയ്യുന്നതായി അവിടെ വിളിച്ചു പറയുകയാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആമേൻ ക്രിസ്തീയ പൈതലിനോട് ഏത് കഷ്ടമാകട്ടെ, നഷ്ടമാകട്ടെ, സങ്കടമാകട്ടെ, പട്ടിണിയാകട്ടെ, പരിഹാസമാകട്ടെ, പ്രതികൂലമാകട്ടെ, സാഹചര്യങ്ങൾ ഏതായാലും നിന്നോടൊപ്പം കൂടെയുണ്ട് എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം ഏത് സാഹചര്യത്തിലും കഷ്ടനഷ്ട ശോധനയുടെ നടുവിലും നമ്മോട് കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞവനാണ് സ്വർഗത്തിലെ ദൈവം. ഇവിടെ 10-ാം വാക്യത്തിൽ യെശയ്യാവ് 41 അതിൻ്റെ 10 വളരെ വ്യക്തമായിട്ട് ആമേൻ യെശയ്യാവ് വിളിച്ചു പറയുന്നതാണ്, ആമേൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം പറയുന്നു, ഞാൻ നിന്റെ ദൈവം. അതുകൊണ്ട് നീ ഏത് സാഹചര്യത്തിൻ്റെ നടുവിൽ കൂടിയായാലും, നീ കഷ്ടതയുടെ നടുവിലായാലും, നീ വേദനയുടെ നടുവിലായാലും, നീ രോഗത്തിൻ്റെ നടുവിലായാലും, നീ ഭാരത്തിൻ്റെ നടുവിലായാലും, കണ്ണുനീരിൻ്റെ നടുവിലായാലും, ആമേൻ ഹല്ലേലൂയ, ബലഹീനൻ്റെ നടുവിലായാലും, എല്ലാവരും ലോകം മുഴുവനും നിന്നെ കൈവിട്ടാലും, ഏത് സാഹചര്യത്തിൻ്റെ നടുവിലായാലും ലോകം മുഴുവനും നിന്നെ കൈവിട്ട്, ലോകത്തിലുള്ളവരെല്ലാം നിന്നെ കൈവിട്ട്, കഷ്ടം നഷ്ടം വന്ന് നിനക്ക് മുന്നിലോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യം വന്നാലും കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ബന്ധുക്കൾ കൈവിട്ടു, സാഹചര്യങ്ങൾ കൈവിട്ടു, ആമേൻ ഹല്ലേലൂയ, മെഡിക്കൽ സയൻസ് നിന്നെ കൈവിട്ടു, ലോകം മുഴുവനും നിന്നെ കൈവിട്ടു, പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ക്രിസ്തീയ ജീവിതം അതാണ് ഏറ്റവും സന്തോഷം. എല്ലാവരും കൈവിടുമ്പോഴാണ് ദൈവം നമ്മെ കൈവിടാതെ കരങ്ങളിലേക്ക് വഹിക്കപ്പെടുന്നത്. 91-ാം സങ്കീർത്തനം പറയുന്നു, അത്യുന്നതന്റെ മറവിൽ നീ വസിക്കണം. സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ അവൻ നിന്നെ മറയ്ക്കും. പക്ഷെ നീ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏത് സാഹചര്യത്തിന്റെ നടുവിലും, ഏത് സാഹചര്യത്തിന്റെ നടുവിലും, ഏത് ബലഹീനതയുടെ നടുവിലും ദൈവം നിന്നെ മറയ്ക്കുന്നവനാണ്. അവൻ നിന്നെ ശക്തീകരിക്കുന്നവനാണ്. അവൻ നിന്നെ കൃപയാൽ നിറയ്ക്കുന്നവനാണ്. അവിടെ പറയുന്നു, ഞാൻ നിന്റെ ദൈവമാണ്. ഒരു ക്രിസ്തീയ പൈതലിൻ്റെ കർത്താവാണ് ദൈവം. അവൻ നിന്നെ കാക്കുന്നവനാ. ഈ വചനം നീ കേൾക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങി വരും. യെശയ്യാവ് 41 നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ആമേൻ, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം. ഈ എപ്പിസോഡിൽ, ഈ വചനത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നിനക്കൊരു നന്മ തരും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഈ വചനത്തിൻ്റെ കൃപ നിന്നിലേക്ക് ഇറങ്ങട്ടെ.
ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗത്തിലെ കർത്താവേ, ഈ വചനം കൊണ്ട് ഇവരെ ഒന്ന് തൃപ്തിപ്പെടുത്തണമേ. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഈ ക്രിസ്തീയ ജീവിതമാകുന്ന വചനം കൊണ്ട് നിന്റെ ദൈവമാകുന്ന കർത്താവേ, ഓരോരുത്തരുടെ ഉള്ളങ്ങളിലും യേശുവപ്പാ നിന്റെ കരം, നിന്റെ ആണിപ്പാടേറ്റ കരം ഇവരുടെ മേൽ വെച്ച് നീ ഇവരെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഇവരിലേക്ക് വെളിപ്പെടുമാറാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ ഇവരിലേക്ക് അങ്ങ് വ്യാപരിക്കണമേ. മഹത്വം നിനക്കായി നൽകട്ടെ. ബലപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ.